രാം ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അന്തർശോക യജ്ഞത്തിന്റെ 245 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ പ്രേമസായി കാസർഗോഡാണ്. ഞാൻ തന്നെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടി വായിക്കുന്നതും അനുഭവം പങ്കുവയ്ക്കുന്നതും ഭജന പാടുന്നതും ലാൽകൃഷ്ണ, പിന്നെ അമ്പലമുക്ക് സമിതിയിലെ ചൈതന്യ ബാലവികാസിലെ കുട്ടിയാണ് ചെയ്യാൻ പോകുന്നത്. സായിരാം. ഓ ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ലാൽകൃഷ്ണ മോനെ ഓൺ ചെയ്തോളൂ, വീഡിയോ ഓൺ ചെയ്ത് വായിച്ചു തുടങ്ങിക്കോളൂ. സായിരാം. ഓം ശ്രീ സാരാം. എൻ്റെ പേര് ലാൽകൃഷ്ണ. ഞാൻ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ അമ്പലമുക്ക് സമിതിയിൽ ചൈതന്യ ബാൽവികാസിൽ നിന്ന് ഗ്രൂപ്പ് 3 പാസ്സായ വിദ്യാർത്ഥിയാണ്. ഞാൻ +1 കേന്ദ്രീയ വിദ്യാലയത്തിൽ ജോയിൻ ചെയ്തു. KBL മലയാളം എന്ന വിഷയമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ശ്രീ സത്യസായി വാണി 10ാം ഭാഗത്തിൽ നിന്നാണ് പാരായണം ചെയ്യുന്നത്. ഒത്തൊരുമിച്ച് ജീവിക്കാനുള്ള കല അഭ്യസിക്കുക. വിദ്യാലയത്തിൽ ധാരാളം അധ്യാപകരുണ്ട്. അവരിൽ ചരിത്ര അധ്യാപകർ ഭൂപടം സഹിതം പുസ്തകത്തിൽ നിന്ന് പഠിപ്പിക്കുന്നു. ഗണിത അധ്യാപകൻ കറുത്ത ബോർഡിൽ കൂട്ടുന്നു. ശാസ്ത്ര അധ്യാപകന് അദ്ദേഹത്തിന്റെ പരീക്ഷണശാലയുമുണ്ട്. എന്നാൽ കായിക അധ്യാപകൻ നിരയായി നിൽക്കുന്ന കുട്ടികളുടെ മുന്നിൽ നിൽക്കണം. എന്നിട്ട് കുട്ടികൾക്ക് എങ്ങനെ ചെയ്യണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ സ്വയം കൈകാലുകൾ മുമ്പോട്ടും പിൻപോട്ടും ഇളക്കണം, കുനിയണം, ഉയരണം, തിരിയണം, വളരണം. നിങ്ങൾ നന്നായി പ്രവർത്തിക്കണം. അങ്ങനെ മറ്റുള്ളവർക്കൊരു മാധ്യമകയായിരിക്കണം. ഈ രാജ്യത്തിന് ഒരു മഹിമയാർന്ന ഭാവി ഉറപ്പാക്കാനുള്ള ഒരേയൊരു മാർഗമാണിത്. ഭൂമിയിൽ ഒരു ഗൗരവമാർന്ന വിരോധാഭാസം ഇപ്പോൾ ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്. വിനിമയത്തിന്റെയും ഗതാഗതത്തിന്റെയും വേഗമാർന്ന ഉപാധികളുടെ ഫലമായി ലോകം വളരെ ചെറിയ ഭൂഗോളമായി തീർന്നെങ്കിലും മനുഷ്യൻ ഒരു ഈശ്വരന്റെ മക്കളായി വളരെ സമീപസ്ഥരായി ഒരുമിച്ച് ജീവിക്കാനുള്ള കല ഇതുവരെയും പഠിച്ചിട്ടില്ല. അടുത്ത മനുഷ്യരെ ഒരുമിപ്പിക്കുമ്പോൾ വ്യത്യസ്തതകൾ വളരെ കൂടുതലായിരിക്കാണെന്നു വൈരുദ്ധ്യമാർന്ന സംസ്കാരങ്ങളുടെ മത്സരിക്കുന്ന വംശങ്ങളുടെ ചെറിയ ലോകം വിവാദമായിരിക്കുകയാണ്. ഒരു സംസ്ഥാനത്തിന്റെ ദുഃഖങ്ങൾ അതിൻ്റെ എല്ലാ അയൽ സംസ്ഥാനങ്ങൾക്കും വളരെ വേഗം വ്യാപിക്കുന്നു. അങ്ങനെ ഈ ലോകത്തെ മുഴുവനും ബാധിക്കുന്നു.
ഈ ലോകം ഒന്നാകെ ഒരു യുദ്ധഭൂമിയായിരിക്കുന്നു. സാംക്രമിക രോഗങ്ങൾ അതിർത്തികൾക്കുപ്പുറം കടന്ന് വിവേചനമില്ലാതെ മനുഷ്യരെ നിഗ്രഹിക്കുമ്പോൾ ഈ സംഹാരത്തെ നിയന്ത്രിക്കാൻ ദ്രുതഗതിയുള്ള നടപടികളെടുക്കുന്നു. മാത്രമല്ല, ദുരന്ത മേഖലയ്ക്ക് വളരെ വേഗം ആശ്വാസമയക്കുന്നു. എന്നാൽ ദുരയുടെയും വേർപ്പിന്റെയും രോഗക്രമം ഒരു സർക്കാരിനും അത്ര പെട്ടെന്ന് നിയന്ത്രിക്കാനാവില്ല. നമുക്ക് ഈ ചോദ്യം ചോദിക്കാം: ഏതു രീതിയിലുള്ള സർക്കാരാണ് ഏറ്റവും നല്ലത്? ഉത്തരം ഇതാണ്: നമ്മളെ സ്വയം ഭരിക്കാൻ സഹായിക്കുന്ന സർക്കാരാണ് ഏറ്റവും നല്ലത്. മനസ്സാക്ഷിയെ ഭരണാധികാരിയാക്കുക, ബാഹ്യ ഭരണാധികാരിയെ ആശ്രയിക്കാതിരിക്കുക. ലോകത്തിന്റെ രോഗങ്ങളെ സൂക്ഷ്മ പരിശോധന ചെയ്യുന്നവർ പല രീതിയിലുള്ള പരിഹാര മാർഗങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ ഒരു പഠനം ശരിയായ കാരണം കാണിക്കുന്നില്ല. രോഗാവസ്ഥയുടെ മൂലഹേതു ആത്മാവിലുള്ള വിശ്വാസത്തിന്റെ അഭാവമാണ്. ആനന്ദത്തിന്റെ പ്രഭാവവും ഹേതുവുമായി ആത്മാവിൽ യാതൊരു വിശ്വാസവുമില്ല. അതുകൊണ്ട് പ്രപഞ്ച സന്തോഷങ്ങൾക്ക് പുറകെ അവന്റെ മനസ്സോടുന്നു. അങ്ങനെ ശോകമാക്കുന്നു ഫലം. പുണ്യശീലനായ അന്വേഷകനെ ദൈവം അന്വേഷിക്കുന്നു. ബൈബിൾ പറയുന്നു, ധർമ്മത്തെ തേടുന്നവൻ ദൈവത്തെ തേടുന്നു. എന്നാൽ അനിബസ്റ്റ് പറയുന്നു, പുണ്യശീലനായ അന്വേഷകനെ ദൈവം ആരായുന്നു. തന്നിലെത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധ ഹൃദയത്തിനു വേണ്ടി ഈശ്വരൻ അന്വേഷിക്കുന്നു. ലോകത്തെ ഒരു നടനരംഗമായി മനുഷ്യൻ ചുരുക്കിയിരിക്കുന്നു. എന്തെന്നാൽ ജഗതീശ്വരനോടുള്ള ആരാധന ഒരു നാട്യപരമായി ചേഷ്ടയായി തീർത്തിരിക്കുന്നു. ഹൃദയാന്തരങ്ങളിൽ കരയുന്ന മനുഷ്യരെ കാണാം. എന്നാൽ അവർ ജീവിതം ചിരിച്ചു തള്ളുകയായിരിക്കുന്നു. ഹൃദയാന്തരങ്ങളിൽ ചിരിക്കുന്ന മനുഷ്യരെ കാണാം. എന്നാൽ നിരീക്ഷകർക്കെല്ലാം അവർ തങ്ങളുടെ വിധിയിൽ അത്യധികമായി വിലപിക്കുന്നവരായിരിക്കും. ആരാധന അധികവും കാര്യസിദ്ധിക്കു വേണ്ടി ഒരു കെണിലാക്കി അഭിനയിക്കുന്ന നാടകമാക്കുന്നു. യാതൊരു ആത്മാർത്ഥതയുമില്ല. പുതിയതും വിപ്ലവകരവുമായി എന്തെങ്കിലും ഒരു ഇസം വളരെ പെട്ടെന്ന് ആരെങ്കിലും പ്രകടിപ്പിക്കുന്നത് കാണാം. ഉദാഹരണമായി, സോഷ്യലിസം ഓരോ വ്യക്തിയുടെയും മറ്റോരോരുത്തരുടെയുമുള്ള തുല്യത അർത്ഥമാക്കുന്ന സ്ഥിതിസമത്വവാദം സോഷ്യലിസം ഇന്ത്യയിൽ വളരെ മുമ്പ് തന്നെ പ്രയോഗത്തിലായിരുന്നിട്ടുണ്ട്. ജയസാറാം. അനുഭവം വായിച്ചു കഴിഞ്ഞ അനുഭവങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. ഓം ശ്രീ സാരാം. എൻ്റെ പേര് ലാൽകൃഷ്ണ. ഞാൻ +1 KVL ബയോമാക്സിന് അഡ്മിഷൻ എടുത്തു. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ശശികല ടീച്ചറിന്റെ ബാൽവികാസ് ക്ലാസ്സിൽ ചേർന്നത്. അത് കഴിഞ്ഞ് ഗ്രൂപ്പ് 2 ക്ലാസ്സസ് തുടങ്ങിയപ്പോൾ ഞാൻ ചൈതന്യ ബാൽവികാസിൽ ജോയിൻ ചെയ്തു. ഞങ്ങളുടെ സ്കൂളിൽ മലയാളം എന്ന വിഷയമില്ല. പക്ഷേ മാതൃഭാഷയുടെ പ്രാധാന്യം മനസ്സിലായത് കൊണ്ട് ഞാൻ മലയാളം പഠിക്കാൻ തുടങ്ങുകയും ഗ്രൂപ്പ് 2 പരീക്ഷ മലയാളത്തിൽ എഴുതി നല്ല മാർക്കോടെ പാസ്സായും ചെയ്തു. ഞാൻ ഗ്രൂപ്പ് 3 പരീക്ഷ
2023 നല്ല മാർക്കോടെ പാസ്സായി. ബാൽവികാസിൽ വന്നതിന് ശേഷം എനിക്ക് ധാരാളം ഭജനകൾ, ശ്ലോകങ്ങൾ, ഭജഗോവിന്ദം, ഭഗവത്ഗീത തുടങ്ങിയത് പഠിക്കാൻ സാധിച്ചു. കൂടെ മതങ്ങളുടെ ഐക്യവും മനസ്സിലാക്കാൻ സാധിച്ചു. സേവനത്തിന്റെ മഹിമ മനസ്സിലാക്കാനും സേവനം ചെയ്തിട്ടുള്ള പ്രയോജനങ്ങൾ നമുക്ക് തന്നെയാണെന്നും മനസ്സിലായി. നരസേവ, നാരായണ സേവ, ജനസേവ, ജനാർദ്ദന സേവ, മാധവ സേവ, മാനവ സേവ എന്നും മനസ്സിലാവാൻ സാധിച്ചു. സേവനം ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് ബാൽവികാസ് പഠിക്കുമ്പോൾ തന്നെ സമിതി ക്ലീനിങ് സമയത്ത് ഞാനും എൻ്റെ ചേട്ടനും ഒക്കെ ജോയിൻ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ സമിതി നാരായണ സേവ നടത്തുന്ന 6 സെന്ററിൽ എനിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചു. സീലിംഗ് ഓൺ ഡിസയേഴ്സ് പഠിച്ചതുകൊണ്ടും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയതുകൊണ്ടും സമിതിയിൽ കസേരകളുടെ ഷോർട്ടേജ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ബാൽവികാസിലെ ഗ്രൂപ്പ് 3 ഡിപ്ലോമ കഴിഞ്ഞ് നല്ല പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന കുട്ടികൾ എല്ലാം ചേർന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തു. ചെയർസ് വാങ്ങിക്കാൻ പോയപ്പോൾ ഞാനും എൻ്റെ ചേട്ടനും ഞങ്ങളുടെ പോക്കറ്റ് മണിയിൽ നിന്ന് ചെയർസ് വാങ്ങിക്കാനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സ്വാമിയുടെ അനുഗ്രഹം ലഭിച്ചു. നാമസ്മരണയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിച്ചു. രാമായണം പഠിച്ചപ്പോൾ ഈശ്വരനാമത്തിനാണ് ഈശ്വരനെ കാട്ടിയും ശക്തി എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. വാനരന്മാർ രാമ എന്ന് എഴുതിയ കല്ല് നദിയിലിട്ടപ്പോൾ പാലം നിർമ്മിക്കാൻ സാധിച്ചു. 4Fs: ഫോളോ ദ മാസ്റ്റർ, ഫേസ് ദ ലെവൽ, ഫൈറ്റ് ടു ദി എൻഡ്, ഫിനിഷ് ദ ഗെയിം എന്ന് സ്വാമിയുടെ ടീച്ചിങ്സ് അനുസരിച്ച് ഞാൻ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബാൽവികാസ് ക്ലാസ്സിൽ വന്നതിന് ശേഷം ആണ് ഞങ്ങൾക്ക് പുട്ടപർത്തിയിൽ പോകാൻ അവസരം കിട്ടിയത്. വേദം പഠിക്കാനും ഭജൻസ് പാടാനും ബാൽവികാസ് കുട്ടികളോട് ഒപ്പം പ്രശാന്തി നിലയത്തിൽ പോകാൻ അവസരം ലഭിച്ചു. സമിതിയിൽ നടത്തുന്ന സമ്മർ ക്യാമ്പ് ഡിസ്ട്രിക്ട് ഓർഗനൈസ് ചെയ്ത ഗ്രൂമിംഗ് ഓഫ് എക്സലൻസ് ക്യാമ്പും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചു. സ്വാമിയുടെ 99ാം ബർത്ത്ഡേയും ഈ വർഷത്തെ സെന്റിനറി സെലിബ്രേഷൻസിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷവും ഈ വർഷവും എനിക്ക് ട്രിവാൻഡ്രം യങ് മെസ്സഞ്ചേഴ്സ് നടത്തിയ ഭജനകളിൽ പങ്കെടുക്കാൻ സ്വാമി അവസരം തന്നു. സ്വാമിയുടെ ടീച്ചിങ്സ് ആയ ലൈഫ് ഇസ് എ ഗെയിം, പ്ലേ ഇറ്റ് എന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഞങ്ങൾക്ക് ജീവിതമാക്കുന്ന കളി പഞ്ചമൂല്യം ആകുന്ന സത്യം, ധർമ്മം, ശാന്തി, പ്രേമം, അഹിംസ എന്ന വാല്യൂസ് കൊണ്ട് കളിച്ചാൽ നല്ലതായി ജീവിക്കാൻ സാധിക്കും എന്നും മനസ്സിലാക്കാൻ പറ്റി. സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഈ വർഷത്തെ CBSE 10th സ്റ്റാൻഡേർഡ് എക്സാം എനിക്ക് 95 മാർക്കോടെ പാസ്സാക്കാൻ പറ്റി. സ്വാമിയുടെ ടീച്ചിങ്സ് ആയ ലവ് ഓൾ, സെർവ് ഓൾ, ഹെൽപ്പ് അവർ, ഹേർട്ട് നെവർ ഇതെല്ലാം എപ്പോഴും എൻ്റെ മനസ്സിൽ പതിഞ്ഞിരിക്കും. ഞാൻ അതുപോലെ തന്നെ ജീവിക്കാൻ ശ്രമിക്കും. ബാൽവികാസ് ക്ലാസ്സിൽ വന്നതുകൊണ്ട് എൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂടാൻ പറ്റിയും ഷെയറിംഗ് ആൻഡ് കെയറിംഗ് തുടങ്ങിയ ഗുണങ്ങൾ എനിക്ക് കൈവരിക്കാൻ പറ്റി. ഇപ്പോൾ അവസരം ലഭിച്ചതും ബാൽവികാസിൽ വന്നതുകൊണ്ട് മാത്രമാണ്. ബാൽവികാസിൽ വന്നിട്ട് ഏറെ ക്വാളിറ്റീസ് മനസ്സിലാക്കാൻ പറ്റി. 3 Ps: പേഷ്യൻസ്, പ്യൂരിറ്റി, പേഷ്യൻസ്, പെർസെവറൻസ്. ക്ഷമ ഉണ്ടെങ്കിൽ ഉന്നതി കിട്ടും എന്നും മനസ്സിലായിട്ടുണ്ട്. ഞാൻ പേഷ്യൻസ് എൻ്റെ ജീവിതത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാം കൊല്ലവും ഞങ്ങളുടെ ബാൽവികാസിൽ ഒരു ഗെറ്റ് ടുഗെദർ ഉണ്ട്. അവിടെ ഭജൻ, ശ്ലോക, ഭജഗോവിന്ദം പല മത്സരങ്ങൾ നടക്കുന്നു. ഈ ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ട് ടീച്ചേഴ്സിൻ്റെയും സമിതി മെമ്പേഴ്സിൻ്റെയും സ്പീച്ചസ് ഉണ്ട്. ഈ സ്പീച്ചസ് വളരെ മോട്ടിവേറ്റിംഗ് ആണ്. ഞാനും പലരും ഈ ദിവസം ഒരു ആഘോഷം പോലെ കാണുന്നു.
ഈ പാൽവികാസിൽ നിർബന്ധിച്ച് വിട്ട എൻ്റെ പാരൻസിനും എൻ്റെ ഗുരുവായ ലത ആൻറ്റിക്കും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എല്ലാം വാക്കുകൾ സ്വാമിയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു. ജയ് സാറാം. വളരെ നന്നായി മോനെ, വളരെ നന്നായിട്ട് പറഞ്ഞു കേട്ടോ. മലയാളം അറിയില്ല എന്നൊന്നും അറിയില്ല, നന്നായിട്ട് മലയാളം പറയുന്നുണ്ട്. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഓക്കെ സായിരാം. നീ ഭഗവാന്റെ പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് ഭജന പാടണം. మానవుని యొక్క ప్రధానమైనటువంటి యొక్క గేమ్ ఏమిటి? What is the goal of human life? అది మన ఏం, And that should be our aim. ఫండమెంటల్ ట్రూత్ ని గుర్తించాలి. And we have to know the fundamental truth. అది నేను అనేటువంటిది. That fundamental truth is this principle of ఆ I. నేను అనేది మీలో ఉంటుండాలి. That I is in you. దాన్ని గుర్తించుకో. Know this. దాన్ని ఎట్లా గుర్తించాలి? How do you know? మైండ్ ద్వారానే It's గుర్తించాలి. the mind that helps you to ఎందుకంటే know. మైండ్ ఈ యొక్క ఆత్మ యొక్క ప్రతిబింబమే. Because mind is the reflection of the self. ఈ ఆత్మ యొక్క ప్రతిబింబాన్ని మనం విసర్జించి We forget that. లౌకికమైన క్షణికమైన ఈ యొక్క భౌతికమైనటువంటి విషయాల్లో మనం ప్రవేశించాలి. అయితే దాన్ని సాధించాలి. We may get into the world what is momentary and fleeting, but yet we should దాంట్లో కూడా achieve the మనం goal. విభజించవలసింది వేరే విభజించాలి. And we have to classify. దానినే బుద్ధి అన్నారు. And this classification అది is డిస్క్రిమినేషన్ intellect. పవర్ అన్నారు. And that is the discrimination power. ఒక చిన్న ముసంబి మనం తీసుకుందామంటే And if you got the orange fruit, దాని పైనంతా ఒలుస్తావు, you remove all the skin. ఒలిచిన పిప్పినంతా పారవేస్తావు, And you remove the whole లోపల pulp. జ్యూస్ను మాత్రమే తీసుకుంటావు. And you accept ఇది the ఏ juice. బుద్ధి యొక్క లక్ష్యం. And this is the quality of the చెడ్డను intellect. పారవేస్తావు, You remove the bad. మంచిని స్వీకరిస్తావు. And you accept good. కనుకనే రుచికరమైనటువంటి దాన్ని స్వీకరించాలి, రుచిహీనమైనటువంటిది పారవేయాలి. Accept that is tasteful and reject which is not so. కేవలం మానవుడే కాదు, Not only human. మీరు ఎక్కడైనా చూసింటారు, కోతులు కూడా ఆ పని చేస్తాయి. Monkeys also ఒక discriminate. అరటి పండు దానికి విసిరివేయి, If you throw a plantain దాన్ని fruit in చక్కగా front of it, ఒలుస్తుంది, it removes its peeling వచ్చి skin. లోపల ఉన్న దాన్ని మాత్రమే తింటుంది. And it just eats the fruit inside. నీవు కోతేనా? And are you also simply a monkey like that? నువ్వు అదే పని చేస్తున్నావే. You do the same thing. కాబట్టి నీవు కోతి కాదు, You're not a monkey. నీవు మ్యాన్ కైండ్. You belong to mankind. నీవు చేసే పనులు కోతులు కూడా చేస్తున్నాయి. The other activity you do is నీవు done by చేసే పనులు monkey. పశువులు కూడా చేస్తున్నాయి. Also animals. అది కాదు, That's not great. పశువుకైనా ఒక స్వార్థం లేదు. The animals have no selfishness. మొట్టమొదట పంటలో ప్రవేశిస్తాయి, And they get into the fields. పంటలో ప్రవేశించి నాలుగు కందిందంతా తింటుంది. And it just gazes all the grass గబ గబ there. గబ గబ తింటేసేస్తుంది. And it goes on eating the grass. తిరిగి స్వస్థానానికి పోయి చేరుతుంది. And it goes to its place. స్వస్థానానికి చేరిన తర్వాత తిరిగి తీసుకొని నెమరు వేసి తిరిగి మింగుతుంది. All that it has eaten before is masticated once again. కాబట్టి మనం ప్రపంచంలో తిరుగుతున్నప్పుడు మంచిదంతా స్వీకరించాలి. So as we go around the world, we have to Don't accept waste all this time. good. Don't waste time. ఈ టైం అంతా కూడా నువ్వు పవిత్రమైన దానికి ఉపయోగించు. We should sanctify our time. అక్కడ for good ఏమాత్రము activity. కూడా నిదానం చేయవద్దు. Don't delay to do మంచిని good చక్కగా activity. తినేసేయి. And you eat, accept all that is good. తర్వాత నీ స్వస్థానానికి పోయి నీ రూమ్ పోయిన తర్వాత తిండి నెమరు వేసుకుంటూ రావాలి. And as you go back to your place, the room, you should bring back to memory అప్పుడే all that you have జీవశక్తి learned. నీలో ఆవిర్భవిస్తుంది. And there lies the divinity ఆ which you can జీవశక్తి నీకు experience. నిజమైనటువంటి దేహశక్తిని అందిస్తుంది. And that will give you all the physical power, Deha Shakti. భజన బాలికోడు లాల్ కృష్ణ. Artist. मृत्युञ्जयाय नमः त्र्यम्बकाय नमः लिङ्गेश्वराय नमः स ईश्वराय नमः स ईश्वराय नमः ॐ नमः शिवाय 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 नमः मृत्युञ्जयाय नमः त्र्यम्बकाय नमः लिङ्गेश्वराय नमः स ईश्वराय नमः स ईश्वराय नमः ॐ नमः शिवाय नमः
ഓം നമ ശിവായ നമ. ഓം നമ ശിവായ നമ. ഓം നമ ശിവായ നമ. ഓം നമ ശിവായ നമ. മൃത്യുഞ്ജയായ നമ. ബാലവികാസ് ക്ലാസ്സും അതൊന്ന് പഠിച്ച എല്ലാ കാര്യങ്ങൾക്കും ലാർകൃഷ്ണയുടെ ജീവിതത്തിൽ വെളിച്ചം വിതറിക്കൊണ്ടേ ഇരിക്കട്ടെ. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ കേട്ടോ മോനെ. നന്നായിട്ട് മിടുക്കനായിട്ട് വളർന്ന് വലുതായി വരിക. ഓക്കെ, സൈറാം. ദേവന്മാരും സായി ഉപമ. ദേവന്മാരും അസുരന്മാരും പാലാഴി കടഞ്ഞപ്പോൾ കാമധേനു, കൽപ്പവൃക്ഷം, ഐരാവതം, മഹാലക്ഷ്മി, ജ്യേഷ്ഠ ഭഗവതി, കാളകൂടം എന്നിങ്ങനെ ഒരുപാട് സാധനങ്ങൾ പൊന്തി വന്നു. അതുപോലെ മനുഷ്യ മനസ്സില് നന്മയും തിന്മയും ചേർന്ന് ദിവസേന കടയുമ്പോൾ അതിൽ നിന്നും നന്മയും തിന്മയും പുറത്തു വരുന്നു. മനസ്സ് ഇന്ദ്രിയ സുഖങ്ങൾക്ക് പിന്നാലെ പായുമ്പോൾ തിന്മ ഉണ്ടാവുകയും ആർത്തി, അസൂയ, ദ്വേഷം, അഹങ്കാരം എന്നിവ അടങ്ങിയ ചതുപ്പ് നിലത്തിൽ താഴ്ന്നു പോവുകയും ചെയ്യുന്നു. അതിനാൽ നന്മ സ്വീകരിക്കാനായി നിങ്ങൾ പഠിക്കുക. സൈറാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സൈറാം. സായിരാം സായിരാം.